ഏത് മൂഡ്? ക്രിക്കറ്റ് മൂഡ്. ഏത് മൂഡ്? ഏത് മൂഡ്? ക്രിക്കറ്റ് മൂഡ്. ഓണം മൂഡ്. ഏത് മൂഡ്? ഓണം മൂഡ്. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മളുള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. KCL ഓണം നടക്കുകയാണ്, സോറി KCL ക്രിക്കറ്റ് നടക്കുകയാണ്. പക്ഷേ ഓണാഘോഷമാണ് ഈ മൈതാനമാകെ. നോക്കൂ, എത്ര മനോഹരമായ ഒരു മൈതാനം. ഒരു എന്താ പറയുക, ഒരു നാട്ടിൽ നമ്മൾ പറയും ഈ പൂവിടുന്ന തറയുണ്ടല്ലോ, പൂത്തറ പോലെ കിടക്കുന്ന ഒരു മൈതാനം. അതിനിടയിലെ ഓരോ നല്ല രസകരമായ പൂക്കളായി നമ്മുടെ താരങ്ങൾ. ഓക്കെ, അവിടെ രോഹൻ കുന്നുമ്പലിന് തുടങ്ങിയാണ്. രോഹൻ, ഓണമാണ്, വീട്ടിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ടോ? സങ്കടം കുറച്ചുണ്ട്. പക്ഷേ എല്ലാ വർഷവും KCLന്റെ കൂടെ തന്നെയാണ് ഓണം. എന്തെങ്കിലും മാച്ചസും കാര്യങ്ങളായിട്ട് ലാസ്റ്റ് 3 years ആയിട്ട് KCL കൂടെ ടീമിന്റെ കൂടെയാണ്, ആ ഫാമിലിയുടെ കൂടെയാണ് അധികം ഓണം. സോ എൻജോയ് ചെയ്യുന്നുണ്ട്. ടീമിനൊപ്പം ഉള്ള ഓണാഘോഷം എങ്ങനെയുണ്ട്? ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് മാച്ച് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം കഴിഞ്ഞ തിരുവോണത്തിന് നമ്മൾ ഒരുമിച്ചായിരുന്നു അല്ലേ? അപ്പോൾ വീട്ടുകാരൊക്കെ ഓണം അവിടുന്ന് വിളിച്ചോ? വീട്ടുകാരെ വിളിച്ചു, ഓണാഘോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട്. ആൻഡ് എന്താ പറയാ, അവിടെ സദ്യയും കാര്യങ്ങളുടെ ഫോട്ടോ ഒക്കെ അയച്ചു തരും. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമാവും. എന്നാലും അവർ നന്നായി ആഘോഷിക്കുന്നുള്ളത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഫാൻസ് ഒക്കെ എന്ത് പറയുന്നു? ഫാൻസ് ഒക്കെ എല്ലാവരും സന്തോഷവും സമാധാനവും. ഓക്കെ, അഖിൽ MS തൃപ്പൂണിത്തറക്കാരനാണ്. അഖിൽ ആദ്യമേ പറഞ്ഞു ഓണമാണ്, ഞാൻ പാടാതെ എങ്ങനെ ഓണം പൂർത്തിയാകും എന്നുള്ളത്. അഖിൽ പറഞ്ഞേ? അപ്പൊ അഖില എങ്ങനെയുണ്ട്? തൃപ്പൂണിത്തറയിലെ അത്തച്ചമയത്തിലാണല്ലോ നമ്മൾ ഓണം തുടങ്ങുന്നത്. അത്തച്ചമയത്തിലൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, എന്താ പറയാ, ലാസ്റ്റ് 3 സീസൺ ആയാലും ഇവിടെ ആയിരുന്നു. KCLന്റെ കൂടെ ആയിരുന്നു. തൃപ്പൂണിത്തറക്കാർക്ക് എപ്പോഴും ഓണം എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, വലിയൊരു ഫെസ്റ്റിവലാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ക്രിക്കറ്റാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ വീട്ടുകാർക്കാണെങ്കിലും ഈ പറയുന്ന പോലെ എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കും അവരെ മിസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വളരെ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലായിടത്തും ആഘോഷങ്ങളും കാര്യങ്ങളും നടക്കുന്നൊരു ടൈമാണ്. അപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ഓണം കൂടിയാണിത്. അതെ, ആദ്യമായിട്ടാണ് KCL ക്യാപ്റ്റൻസി ചെയ്യുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാപ്റ്റൻസി ചെയ്യുന്ന ഒരു കൊല്ലം ഓണം ആഘോഷിക്കുന്നതും വളരെ അധികം സന്തോഷം. അഖിലിന്റെ ഒരു പാട്ടിൽ തുടങ്ങാലോ അല്ലേ? ആ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം അഖിൽ പാടത്തെ. അഖിലേട്ടൻ പാടണം, പാടിക്കാം, ഒരുമിച്ച് പാടണം. വരും. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കയ്യടി വേണോ? പാട്ട് പാടിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ മ്യൂസിക് കോളേജിന്റെ അടുത്താണ്. അതൊക്കെ അടുത്താണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ളൂ. അവസാനം ഒരു പാട്ട് കൂടെ ഉണ്ടാവും. ഫൈനൽ റൗണ്ടിൽ ഒരു പാട്ട് സിബിൻ പാടും. കിച്ചു കൃഷ്ണപ്രസാദ്, തിരുവനന്തപുരത്തിന്റെ ക്യാപ്റ്റൻ. കിച്ചു, എന്താണ് ഇത്തവണ തൊട്ടടുത്താണ് ഓണം, ടീമിനൊപ്പം ടീമിലെ നാട്ടുകാർക്കൊപ്പം. പക്ഷെ വൈക്കത്താണല്ലോ വീട്. ഓണം ഗ്രൗണ്ടിലായി പോയതിന്റെ ഒരു സന്തോഷം എത്രയുണ്ട്? ഇല്ല, തന്നെ ഇപ്പോൾ ഒരുപാട് ആളായി വീട്ടുകാരുടെ ഓണം കൂടിയിട്ട് തന്നെ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ക്രിക്കറ്റിലുള്ള ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ടീംമേറ്റ്സിനോടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അവരോടൊപ്പം തന്നെ ഞാൻ ഓണം സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും സ്പെഷ്യൽ, ഞാൻ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് ഓണമായാലും ഏതായാലും നമുക്ക് ഗ്രൗണ്ട് വരെയും കളിക്കാൻ പറ്റുന്ന ആ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. സോ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആഘോഷം തന്നെ. ഓക്കെ, എന്താണ് ഓണത്തിന് സ്പെഷ്യൽ? എന്താണ് ഓണപ്പാട്ടാണോ? പാട്ട് പാടാം, ഓണത്തല്ലാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 3-4 മാച്ച് കൂടെ കഴിയുമ്പോ ഏകദേശം. എന്നാലും എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കിച്ചു സ്പെഷ്യൽ? പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുമില്ല, നമുക്ക് തീർച്ചയായും നമുക്ക് ആ ഒരു മാച്ചിലേക്കുള്ള ഒരു കാര്യമാണ്. എപ്പോഴും ക്രിക്കറ്റ് തന്നെയാണ് എപ്പോഴും തലയിലുള്ളത്. സോ ഇന്നത്തെ മാച്ച് നന്നായിട്ട് പെർഫോം ചെയ്യണം എന്നൊരു ഇതിലാണ് ചെയ്യുന്നത്. അഖിലിന്റെ കയ്യിൽ ഇവിടെ മൈക്കിരിക്കണം, ആവശ്യമുണ്ട്. വത്സൽ ഗോവിന്ദ്, കൊല്ലത്തിന്റെ ക്യാപ്റ്റൻ. വത്സൽ, बचपन में आप दिल्ली में था, वहाँ पे ओणम सेलिब्रेशन था? सेलिब्रेशन के नाम पे we used to have sadhya and all at home, so I think that's the memories that we have. Grew up in Delhi, but again celebrating Onam in Kerala style in Mundu feels good. तो अच्छा लग रहा है, बहुत अच्छा लग रहा है. ओणम सद्य कैसा है?
बहुत बढ़िया है. We had actually our team had that Onam Sadhya celebration 2 days back. So it was good. I mean that's what we look forward to. We love that all the items in the pattal. We love that. So yeah, that's one of the best meals that I have. उसमें क्या है बहुत पसंद? यार सबसे ज्यादा पसंद तो मेरे को जब when they put that ghee on top of that rice, no, പരിപ്പ്. you mix it, yeah, പരിപ്പ് അല്ലേ? പരിപ്പ്. and you finish it up with sevia, and it's good, yeah, sweet and പായസം. sevia. സേവിയ मतलब? हाँ, sevia. ओके. और अचार, खिचड़ी, पचड़ी, वो कुछ जानता है? सब कुछ जानता हूँ, everything I know, but yeah, that's what I told you. राइस It's- के ऊपर थोड़ा सांभर हाँ, रखते, सांभर, yeah, उसमें yeah, थोड़ा रसम yeah, डाल that's what, yeah, के that's एक पापड़ ऐसा रखे. फिर you know your mouth gets watery, so yeah, that's the feeling, yes. യെസ് ഓക്കെ. വത്സൽ ഗോവിന്ദ് കുട്ടിക്കാലം തൊട്ട് ഡൽഹിയിലാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ അച്ഛൻ മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഓണത്തെ കുറിച്ചൊക്കെ വത്സലിന് അറിയാം. പാടും ലാസ്റ്റ് അഖിലിനൊപ്പം ഒന്നുകൂടെ പാടും. സിബിൻ ഗിരീഷ് ഈ ഓണക്കാലത്ത് ഏറ്റവും പണക്കാരനാ. സിബിൻ പാട്ട് പാടും. സിബിൻ പാടും. ഈ ഓണക്കാലത്ത് ഏറ്റവും കാശുകാരനാണ് ഇളയ കൂടത്തില് അല്ലേ? പണമൊക്കെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല, കളിക്കുക അത്ര തന്നെ. അല്ല, സുഹൃത്തുക്കളൊക്കെ ചോദിച്ചോ ഇത്ര ലക്ഷം രൂപ കിട്ടിയതല്ലേ സിബിന്, ഓണത്തിന് ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചോ? ഇല്ല, ഓണം നമുക്കറിയാലോ, മെയിൻ ഫെസ്റ്റിവൽ ആണ് നമ്മുടെ കേരളത്തിന്റെ. ഇല്ല, അത് ഹാപ്പി ആയിട്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. എഞ്ചിനീയറിംഗ് അവിടുത്തെ ഓണക്കാലത്തെ രോമാഞ്ചമായിരുന്നു എന്ന് ഇവര് പറയുന്നുണ്ടായിരുന്നു. ഇല്ല, അവിടെ പറഞ്ഞോ നീ, കുഴപ്പമില്ല. എഞ്ചിനീയറിംഗ് കോളേജ് നല്ല കോളേജാണ്. അവിടെ എല്ലാ ഇവന്റ്സും അടിപൊളിയായിട്ട് നടത്താറുണ്ട്. ഇപ്പോ എൻജോയ് ചെയ്യാറുണ്ട്. എന്തായിരുന്നു ഓണാഘോഷത്തിലെ മെയിൻ സിബിൻ വക? ഒന്നുമില്ല, എല്ലാരും സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഡാൻസ് കളിക്കുക. അതുണ്ട്. പാട്ടുണ്ട്, എല്ലാം ഉണ്ടാവും. അതുണ്ട്. പാട്ടില്ല, ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ഉണ്ട്. ഡാൻസ് എല്ലാരും കൂടെ ഒരുമിച്ച് കളിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു ഡാൻസ് കളിക്കും. അഖിലേ, നമ്മളൊരു പാട്ട് ഒറ്റക്ക് കളിക്കേണ്ടി വരും. സിബിൻ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അഖിൽ ഒരു പാട്ട് പാടി തരണം. ഒരു ഫാസ്റ്റ് നമ്പർ ആവശ്യമുണ്ട്. സിബിൻ ഡാൻസ് നമ്മളെല്ലാരും ഒരുമിച്ച് കളിക്കും. സിബിനെ പറ, എന്താണ് നാട്ടിലെ വിശേഷം? എന്താണ് ഇത്തവണ ഓണത്തിന്? ഇപ്രാവശ്യം ആലപ്പി പീപ്പിൾസ് ടീമിന്റെ കൂടെയാണ്. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല, ആവുന്നേ ഉള്ളൂ. സാധാരണ യൂഷ്വലി നമ്മള് വീട്ടുകാരുടെ കൂടെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്. അത് മിസ്സാവുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അവര് എല്ലാ ദിവസവും വിളിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ആക്കാറുണ്ട് കാര്യങ്ങളൊക്കെ. സോ ഹാപ്പി, വളരെ സന്തോഷമുള്ള ഓണാണ്. അഖിലെ, അപ്പൊ സിബിൻ ഡാൻസ് കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ ഒരുമിച്ച് അല്ല, പാട്ട് നമ്മൾ ഒരുമിച്ച് പാടും. കുട്ടനാടൻ കായലിലെ കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇടങ്ങളു കുടിക്കുമ്പം പഴം കഥ പറയടി പുള്ളിക്കുയിലേ. മാറി. അപ്പോഴേ നിങ്ങൾക്കുള്ള ഓണാഘോഷം ഇവിടെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചില സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. സർപ്രൈസ് സമ്മാനമുണ്ട്. പക്ഷെ അതിന് ചില മത്സരങ്ങളുണ്ട്. മത്സരത്തിലേക്ക് പോയാലോ? റെഡിയാണോ? മത്സരത്തിലേക്ക്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഓണത്തിന് നമ്മൾ പതിവായി നടത്തുന്ന മത്സരം എന്താ? സുന്ദരിക്ക് പൊട്ടുതൊടൽ. പൊട്ടുതൊട്ടിട്ടുണ്ടോ അതിന് മുൻപ്? സുന്ദരിക്ക് പൊട്ടുതൊട്ടിട്ടില്ല. ചിരിക്കുന്നു ഇവരൊക്കെ. തൊട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ മത്സരം എന്ന് മാറ്റാണ്. സച്ചിന്റെ ബാറ്റിന് പന്ത് തൊടലാണ് ഇന്നത്തെ മത്സരം. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ഡ്രൈവ് ഉണ്ട്. അതിന് കൃത്യമായി പന്ത് എവിടെ നിൽക്കുന്നോ അത് കണ്ണ് കെട്ടി നമ്മള് വരുവാണ്. ആദ്യ ഓപ്പണർ കൃഷ്ണപ്രസാദ്. കാണാമോ? മൂക്കു റെഡി? റെഡിയാണോ? ഒന്നും കണ്ടുവിടാ, കുഴപ്പമില്ല. അങ്ങനല്ല, ആയിട്ടില്ല. റെഡി, ഓക്കെ. ഫോട്ടോ കണ്ടോ ഇതില്? ആ ഫോട്ടോ ഒക്കെ ഉണ്ട്. തൊട്ട് നോക്കാൻ പറ്റില്ല. അത് എന്ത് വേണം തൊടണ്ട. തൊട്ട് നോക്കിക്കോ, കുഴപ്പമില്ല. തൊട്ട് നോക്കിക്കോ. സെലോ ടൈപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സെല്ലോ ടൈപ്പ് ഒന്നുമല്ല, ഫോട്ടോ ഏതാണെന്ന് നോക്കാനാ. ഇതാണ് ഫോട്ടോ. ഏതാ ഫോട്ടോ? എനിക്ക് അതന്നെ. ചൂട് ചൂട് ചൂട്. ഇതാണ് കൃഷ്ണപ്രസാദിന്റെ ഏരിയ. അടുത്താളാരാ? അഖിലേട്ടാ, മൈക്ക് പിടിച്ചോ. അഖിലേട്ടൻ എത്ര ഇതിനു മുൻപ് സുന്ദരിമാർക്ക് പൊട്ട് തൊടുന്ന മത്സരത്തിൽ എത്ര തവണ പങ്കെടുത്തിട്ടുണ്ട്? തൊടാൻ ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഓക്കെ. ഇനി സുന്ദരിക്ക് പൊട്ട് തൊട്ടാൽ പിന്നെ ഒരു തൊടലുണ്ടാവില്ല. റെഡി?
ഏയ് അത് ഈസി അല്ലേ? വരൂ വരൂ വരൂ. ഓ ആ റെഡി. ആ റെഡി. ആ അഖിൽ വരട്ടെ, അഖിൽ വരട്ടെ. ആ ആ അവിടെ ഒരു ഇതുണ്ട്. ഓക്കെ. ആ ഇതാണ് ബോർഡ്. ഈസി അല്ലേ? ഈസി അല്ലേ രോഹ? ചൂടാണോ തണുപ്പാണോ? ചൂടാണോ? ഇപ്പൊ ചൂട്. ഇവിടെ നല്ല ചൂടാപ്പോ. അവിടെ എങ്ങനെ? ആ റെഡി. ആ വരട്ടെ. ഓക്കെ ആണോ? സോറി അഖിലേട്ടാ, जस्ट मेरे അടുത്താണ് वत्सल गोविंद कूलिंग क्लास के साथ है नहीं है? पकड़ो, ये आपकी पहली सुंदरी की फोटो थोड़ा ले. पहली है पहली इजी है वत्सल. बहुत इजी है. हाँ प्रैक्टिस करके ये सिंपल है, बहुत सिंपल है. ओनली थिंग आई शुड नॉट गो देयर. हाँ एक बार आओ. ओके ठीक है. हाँ जब मैं पकड़ेगा. ठीक है. हाँ ठीक है. കയ്യടി കൊടുക്കണം. ആ वटी ब्रो सचिन. आ यस बोर्ड आ गया. हाँ बोर्ड है. हाँ फोटो है. ये टॉप है. सेंटर हाँ ये है. हाँ एक मिनट. കയ്യടിക്കണോ? सामने पहुंच गया. You have touched it here actually. सामने पहुंच गया. हाँ यस रखेगा. ओके അടുത്താള് സിബിൻ ഗിരീഷ്. പിടിക്കും. ഇതൊക്കെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങൾ എത്ര പൊട്ട് കുത്തിയിരിക്കുന്നു അല്ലേ? ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. രോഹൻ അവസാനത്തേക്ക് മാറിക്കാനുള്ള കാരണം എങ്ങനെയാലും ചെയ്യാതിരിക്കാനുള്ള. സിബിൻ ഗിരീഷ് റെഡി അല്ലേ? ഓ, റെഡിയാണ്. ഫുൾ കോൺഫിഡൻസിലാണോ? ഫുൾ കോൺഫിഡൻസ്. നമുക്കൊന്ന് തിരിഞ്ഞാലോ? ആ തിരിയാ. ഓക്കെ പൊക്കോളൂ. എവിടെയാ ഏത് മാർക്ക്? ഇതാ മാർക്കർ. ആ ശരി പോകട്ടെ. റെഡി. പിടിച്ചോ. ആ ഓക്കെ ഫൈൻ. സെറ്റാണോ? സെറ്റാണ്. ആ റെഡി. ആ റെഡി. രോഹ എന്താ സ്ഥിതി? ശരിയാടാ. ജസ്റ്റ് മിസ്. എങ്ങനെയുണ്ട്? ജസ്റ്റ് മിസ്. വിന്നറിനെ പ്രഖ്യാപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ആ രോഹൻ കുന്നുമൽ. സിമ്പിൾ, വെരി സിമ്പിൾ. രോഹൻ ആ പിടിച്ചോ. ഇത് വേണ്ടേ? റെഡി. രോഹ ഫുൾ ഓക്കെ അല്ലേ? അല്ല അങ്ങനെയല്ല, ഒരു തിരിച്ചിലുണ്ടല്ലോ. ആ റെഡി. രോഹൻ കുന്നുമൽ വരട്ടെ. എങ്ങോട്ടാ പോന്നെ? ധൈര്യമായിട്ട് എന്താ സ്ഥിതി ഒന്ന് പറഞ്ഞോണ്ടിരിച്ചു. ആ പെർഫെക്റ്റ്. ഇവിടെ ഒരു അടയാളം ഉണ്ടായിരുന്നല്ലോ. ആ ആ ആ ഈ ഒരു ഏരിയ ആയിരിക്കും. ആ എവിടെയാ? കറക്റ്റ് ആണോ? ഇവിടെ എവിടെയോ ആള്. ആ കോൺഫിഡൻസ് ആണെങ്കിൽ വരച്ചോളൂ. നേരിയ വ്യത്യാസത്തിന് ശ്രീ സാർ ഒന്ന് വിനോദ് സാർ വരും. ഇതിൽ ആരാ നമ്മളെ വിജയ്? തൊട്ടടുത്ത് KCA പ്രസിഡന്റ് സെക്രട്ടറി ആരാണ് ഇതില്? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇതാന്ന് തോന്നുന്നു. ഇതാണ് പന്തിനോട് ചേർന്ന് നിൽക്കുന്നത്. അതാണ്. ആ വിജയം പ്രഖ്യാപിക്കുന്നു. രോഹൻ കുന്നുമലാണ് ഇതിലെ വിജയ്. തീർന്നിട്ടില്ല, വാശിയേറിയ ഒറ്റ മത്സരം കൂടി. അപ്പൊ നമ്മളെ സച്ചിന് പന്ത് കൊടുക്കൽ മത്സരം അവസാനിച്ചു. വാശിയേറിയ ഒരു പോരാട്ടം കൂടി ഉണ്ട്, അതിലേക്ക് പോവാം. റെഡി അല്ലേ? റെഡിയാണ്. അപ്പൊ നമ്മള് വാശിയേറിയ അടുത്ത മത്സരം തുടങ്ങുകയാണ്. നാരങ്ങ സ്പൂണാണ്. 5 പേര് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ 22 ആണ്. അവിടെ ഒരു വിക്കറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ വരെ എത്തുന്ന ആൾക്ക് നമ്മൾ ഫസ്റ്റ് സമ്മാനം കൊടുക്കും. സ്റ്റാർട്ട്. റെഡി. വരട്ടെ. അഖിലിന്റെ തന്ത്രം. സിബിൻ, അഖിൽ, സിബിൻ, അഖിൽ. എന്താ സ്പീഡ് അഖിലിന്റെ ഈ കാര്യത്തില്? ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, കുറെ എക്സ്പീരിയൻസ്ഡ് ചെയ്തതാണ്. അവിടെ കുറെ മത്സരങ്ങൾ നടക്കണല്ലേ. സ്ഥിരമായിട്ട് ഫസ്റ്റ് ആണോ? സ്ഥിരമായിട്ട് ഫസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ ഏകദേശം ഏറെക്കുറെ. आपकी ये पहली बार है? ब्रॉन्ज मेडल तो मिल गया फिर भी. രോഹ എങ്ങനെ ഉണ്ടായിരുന്നു? കടുവെട്ടിയായിരുന്നു അവരൊക്കെ?
എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അഖിലേട്ടൻ ഇന്നലെ 1 കിലോ നാരങ്ങയായിട്ട് ഞാൻ വിചാരിച്ച നാരങ്ങൾ ഉണ്ടാക്കാനാണ്. അതല്ല, രാത്രി മുതല് ഞാൻ വെളുപ്പിനെ വരെ പ്രാക്ടീസിലായിരുന്നു. പിച്ചു അപ്പൊ ഓടിയവരൊക്കെ വന്ന ഓട്ടക്കാരാണല്ലോ ഇതുമായിട്ട്. തുടങ്ങിയതേ കണ്ടുള്ളൂ, പിന്നെ അവിടെ മുണ്ടും സിബിൻ ഗിരീഷ്, ആ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ രോമാഞ്ചം സിബിൻ ഗിരീഷ്. അപ്പം അഖിലും രോഹൻ കുന്നുമലാണ് ഇതിലെ വിജയികൾ അല്ലേ? അല്ല, രോഹൻ കുന്നുമൽ ആദ്യത്തെ മത്സരത്തില്, ഇതില് ഇത്തവണ അഖില്. ഓക്കെ, നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു സമ്മാനമുണ്ട്. എന്താന്ന് പറയണ്ടേ? അതിന് നമ്മളെ KCA പ്രസിഡന്റ് സെക്രട്ടറിയും കൂടി ഒരു സമ്മാനമായിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ചുകളായി 2 താരങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്, രോഹൻ കുന്നുമലും ഒപ്പം അഖിൽ എംഎസും. അപ്പൊ അവർക്കുള്ള നമ്മളെ ഞെട്ടിക്കുന്ന സമ്മാനം സെക്രട്ടറി പ്രസിഡന്റ് കൊടുക്കുക. അതിന് മുൻപ് സെക്രട്ടറി പ്രസിഡന്റ് ഹാപ്പി അല്ലേ ഈ ഓണക്കാലം? തീർച്ചയായിട്ടും. അത് അഖില് പിന്നെ വിന്നറായാലും നമുക്ക് അത്ഭുതപ്പെടാവുന്നില്ല. തൃപ്പൂണിത്തറക്കാരനാണ്, ഓണമാണ്. അപ്പൊ ഓണം മത്സരങ്ങളിൽ എപ്പോഴും മുന്നിട്ട് തന്നെ നിൽക്കും. ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സുനിൽ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? സ്പെഷ്യലാണ് നമുക്ക് എല്ലാവർക്കും. ഓണം വളരെ സ്പെഷ്യലാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്പെഷ്യലായിട്ട് ആഘോഷിച്ചു അല്ലേ? ഇത്തവണ അതിനൊക്കെ കുറച്ചുകൂടെ ഗംഭീരമായി കളയാം. ഇപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പുതിയ മത്സരമൊക്കെ ആയിട്ട് വന്ന് പുതിയൊരു സമ്മാനം കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കും. പ്രേക്ഷകർ കണ്ടാ ഞെട്ടും. അപ്പൊ സമ്മാനം കൊടുത്താലോ? റെഡി, വരട്ടെ നമ്മുടെ സമ്മാനം. ഒരു കൊല പഴം. ഇത് സെക്രട്ടറി പ്രസിഡന്റ് താങ്ങി. ഓക്കെ, രണ്ടുപേരൂടെ വാങ്ങിക്കണം, രോഹൻ കുന്നുമലും MS അഖിലും. കയ്യടി വേണം. ഒരുപാട് സന്തോഷമുണ്ട്. കണ്ടു നടന്ന പ്രകൃതിയുടെ സമ്മാനമായിട്ട് കൂട്ടുക. അപ്പോ കൊല കയ്യിൽ വെച്ചേക്കണം. അപ്പൊ നമ്മള് അവസാനിപ്പിക്കുകയാണ്. അതിനു മുൻപ് നമ്മളെ തൃപ്പൂണിത്തറക്കാരൻ അഖിൽ MS ഒരു പാട്ടൂടെ നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. അതില് ഒരൊറ്റ പാട്ടൂടെ, ഇതിലാണ് നമ്മൾ ആ വൈൻഡപ്പ്. ഇഷ്ടപ്പെട്ട പാട്ട് മതി, മെലഡി പാടെന്ന് പറഞ്ഞില്ലേ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ കേടുന്നളിൽ നിൻമൗനമോ പൂമാനമായി നിൻരാഗമോ പൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. കളർഫുൾ ഓണം ഞെട്ടിച്ചു നമ്മുടെ താരങ്ങളും KCL ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇത്രയും വലിയ ഒരു ഓണാഘോഷം നമ്മളിവിടെ സംഘടിപ്പിച്ചത്. താങ്ക് യു എല്ലാവർക്കും. വിജയാശംസകൾ എല്ലാ ടീമിനും വിജയം ആശംസിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത ഓണത്തിന് നമുക്ക് കാണാം. സിബിനോട് പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ തവണ കിട്ടിയ കൂടുതൽ കാശുണ്ട്, അത് ഓണത്തിന് എല്ലാ സുഹൃത്തുക്കൾക്കും കൊടുക്കണം. സെറ്റാണല്ലോ? ഓണാശംസകൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പൊ എല്ലാവരോടും ഒരു ഓണം ആശംസകൾ നമ്മുടെ മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പൊ മീഡിയ വണ്ണിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.